ബെല്ല, എന്തായാലും നമുക്ക് നന്ദനെ ഒന്ന് കാണാം. ബെല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. ആൻറ്റി അത് പറയുന്നു വേണ്ട. നമ്മളെന്തായാലും ആദ്യം അവനൊന്ന് കാണട്ടെ. ബെല്ല, വാ. മോളെ, അവനൊന്ന് കണ്ടിട്ട് വരാം. എന്ത് തെമ്മാടിത്തരോടാ നീ കാണിച്ചേ? കെവിനെ, ഞാൻ വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. വിശ്വസിക്കാൻ പറ്റാത്ത ഒരുത്തനെ കൂടെ കൂട്ടിയെന്നേ ഞങ്ങൾ അറിഞ്ഞില്ല. എടാ, ഞാൻ ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എടാ, ഗുഡ് ബൈ. കെവിനെ, എടാ ബെല്ല, പോവാം. അങ്ങനെ ഒഴിവായി പോയാൽ എല്ലാം തീരുമോ? എന്താണ് നിന്റെ ഉദ്ദേശം? ബെല്ല, നീ ഒന്നിനെ മനസ്സിലാക്ക്. ഇല്ല, നിന്നെ മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടി എടുത്ത തീരുമാനം കൈവിട്ട് എല്ലാം ഒറ്റയ്ക്ക് പരസ്യമാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. നിന്നെ പോലെ മനസ്സിന് ഉറപ്പില്ലാത്ത ഒരുത്തിനെ രക്ഷിക്കാൻ നോക്കിയ ഞങ്ങളെ പറഞ്ഞാ മതി. ബെല്ല, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. എടാ കെവിനെ, ഇനി ഇവൻ നിന്റെ കാര്യമായിരിക്കും വിളിച്ചു പറയാൻ പോകുന്നേ. നീയാണ് കൊല്ലാനും കുഴിച്ചു മൂടാനും ഒക്കെ സഹായിക്കാൻ വന്നതെന്ന് നിന്നെ ഒറ്റ കൊടുക്കും അവൻ. അയ്യോ ബെല്ല, അങ്ങനൊന്നും പറയാതെ. എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ പേര് ഞാൻ പറയില്ല. ദേവിയുടെ അച്ഛൻ ആശുപത്രിയിലായത് എന്റെ ഭാഗത്തുനിന്നുണ്ടായൊരു വീഴ്ച കൊണ്ടാ. അതിനെക്കുറിച്ച് ചോദിക്കാൻ ദേവി വന്നു. ഞാനാകെ കുറ്റബോധത്തിലായിപ്പോയി. പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഞാൻ എല്ലാം പറഞ്ഞുപോയി. ക്ഷമിക്കുമല്ല. ഇല്ല, വേണ്ട, ഇതിന് മാപ്പില്ല. നോക്ക്, നിനക്ക് വേണ്ടിയാ ഞങ്ങൾ കഷ്ടപ്പെട്ടത്. നീ കൊലപ്പെടുത്തിയ ഋഷിയെ അന്ന് നിനക്ക് വേണ്ടി ഇവനാ കുഴിച്ചു മൂടിയെ. ഞാനാണെങ്കിലോ ജീവിതത്തിൽ 100% സത്യസന്ധനായ എന്റെ പാപ്പനെ കൊണ്ട് കേസ് അന്വേഷണം അവസാനിപ്പിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഞങ്ങളുടെ പഴയ സുഹൃത്തിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി. എന്നിട്ടിപ്പോ ഒരുത്തനെ കൊന്നു തള്ളിയെന്ന് വിളിച്ചു പറഞ്ഞേക്കുക. പ്ലീസ് ബെല്ല, ഒന്ന് നിർത്ത്. എന്താ ബെല്ലയ്ക്ക് അത്രയും ഫീലുണ്ട്. നോക്ക്, നീ കാരണം ബെല്ല കേട്ട അപവാദങ്ങളെ കുറിച്ച് നിനക്കറിയോ? അന്ന് ആ റിസോർട്ടിൽ മോശമായിട്ടുള്ള ഒന്നും നടന്നില്ല. പക്ഷേ ഇസബെല്ല ചീത്ത പേര് കേട്ടു. സ്വന്തം ഭാവി നോക്കാതെയാ അവൾ നിനക്കൊപ്പം നിൽക്കുന്നത്. അവൾ മാത്രമല്ല, ഞാനും. എന്നിട്ട് ഇവന് നമ്മളോട് എന്തെങ്കിലും വിലയുണ്ടോ കെവിൻ? 24 മണിക്കൂറും ദേവി ദേവിന്ന് മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കുകയല്ലേ അവൻ. അവളാണെങ്കിലോ ഇവനെ കാല് മടക്കി അടിക്കും പോലെ ആയിരുന്നില്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്. എന്നിട്ട് ഇവൻ നാണമില്ലാതെ പുറകെ നടക്കുക. അവളെ കണ്ടപ്പോ ഇവന് കുറ്റബോധം വന്നെന്ന് പോലും. അല്ല പ്ലീസ് ബെല്ല, പ്ലീസ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ. എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്തവളാ നീ.
ആ ഒരു സ്നേഹം എനിക്ക് എപ്പോഴും നിന്നോടുണ്ട്. നീ ഇപ്പൊ എന്താടാ പറഞ്ഞേ? നീ എന്നോട് ചെയ്തതിനൊക്കെ തിരിച്ചങ്ങോട്ടൊരു സ്നേഹം എനിക്ക് നിന്നോടുണ്ടെന്ന്. സത്യം? സത്യം ബെല്ല, സത്യം. എന്തായാലും നന്ദന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്. പോട്ടെ ബെല്ല. ഹലോ ഗിരീഷേട്ടാ. ആ ദേവിക, അച്ഛൻ എങ്ങനെയുണ്ട് ഇപ്പോ? ഇപ്പൊ നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഗിരീഷേട്ടാ. ഓ, പിന്നെ സന്ദ്രൂത്തുനിന്ന് അച്ഛൻ വന്നിട്ടുണ്ട്. ആണോ? എപ്പോഴാ വന്നത്? കുറച്ചു നേരമായി. സിദ്ധാർത്ഥൻ സാറ് അടുത്തുണ്ടോ? അല്ല, നിങ്ങൾ സംസാരിച്ചിരിക്കണേ പിന്നെ വിളിക്കാം. അല്ല, ചായയൊക്കെ കുടിച്ച് അച്ഛനുമായിട്ട് സംസാരിച്ചോണ്ട് മുറിയിലിരിക്കുക. ഓ, ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. സിദ്ധാർത്ഥൻ സാർ ഒറ്റയ്ക്കാണോ അതോ മേഡം ഉണ്ടോ? ആരുമില്ല, ഒറ്റയ്ക്കാ വന്നിരിക്കുന്നെ. നന്ദന്റെ കാര്യങ്ങൾ വല്ലതും സംസാരിച്ചോ? ഇല്ല, ഒന്നും സംസാരിച്ചില്ല. ഗിരീഷേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ, ഞാൻ ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പോൾ ഇവിടെ ചെറിയൊരു മഴ, ഞാൻ എത്തിക്കോളാം. ദേവിക എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വാ. ശരി ഗിരീഷേട്ടാ. നന്ദ നോക്ക്, ഇനി ഇതുപോലെ കുറ്റബോധം കയറി ഞങ്ങളുടെ പേരുകൾ കൂടി വിളിച്ചു പറയരുത്. ഇല്ല ഇവനെ, ഇല്ല, സത്യം. എടാ, നീ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ ദേവികയുടെ പ്രതികരണം എന്തായിരുന്നു? ദേവിക്ക് നല്ല വിഷമമായി, പാവം. പാവം. എടാ, അതൊന്നും വിശ്വസിക്കരുത്. എല്ലാം അവളുടെ അഭിനയോ? നന്ദ, നിനക്ക് വേണ്ടി ഞാൻ ഓരോന്ന് ചെയ്യുന്നതിനും ഒരു ഉദ്ദേശമുണ്ട്. നീ ഇപ്പൊ എന്നെ പോലും അറിയിക്കാതെ വലിയൊരു അപരാധമാ ചെയ്തത്. ഒരു കൊലപ്പുള്ളിയാണെന്ന് സ്വന്തം വീട്ടിൽ വിളിച്ചു പറഞ്ഞ് സ്വയം രക്ഷ നേടാൻ നോക്കി. നിന്റെ പിറകെ നിന്നെ സഹായിക്കാൻ നിന്ന് ഞാനും ഇവനൊക്കെ വെറും കളിപ്പാട്ടമായിട്ട് മാറി അല്ലേ? അല്ല, നീ ഇങ്ങനൊന്നും പറയല്ലേ. വേണ്ട. നമ്മള് തമ്മില് ഇപ്പൊ അത് സംസാരിച്ച ഇവിടെ വല്ലതുമൊക്കെ നടക്കും. ഈ പരിശുദ്ധനായ കൊലയാളിയുടെ വേഷം നിന്റെ വീട്ടിൽ ഈ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. പുറം ലോകം അറിഞ്ഞ ബാക്കി എന്താവൂന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. കെവിൻ, പോവാം. ഞങ്ങൾ പോവുക. ഇനി ഇതുപോലൊന്ന്. ഇല്ല ഇവനെ, ഒരിക്കലും ഉണ്ടാവില്ല. ആന്റി, ഞങ്ങൾ ഇറങ്ങുക. നന്ദൻ എന്തു പറഞ്ഞു കെവിൻ? അവനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേണ്ടാത്തൊരു കാര്യമാണ് അവൻ ചെയ്തത്. ഋഷിയുടെ കാര്യം അവൻ പുറത്തു വരേണ്ട കാര്യമില്ലായിരുന്നു.
എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ ഇക്കാര്യം മറ്റാരും അറിയാതെ ശ്രദ്ധിക്കണം. ഇല്ല, ഇത് തന്നെ അവൻ പെട്ടെന്നങ്ങ് വിളിച്ചു പറഞ്ഞതാ. എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തടയുമായിരുന്നു. ഇസബല്ല, എനിക്കറിയാം നന്ദനോടും എന്നോടും ഒക്കെ നിനക്ക് ദേഷ്യം ഉണ്ടാവുമല്ലേ? ഉണ്ട്, അറിയാലോ. നന്ദനോടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാ ഞങ്ങൾ ഇതിന് പിറകിൽ നിന്നത്. അവൻ അഴി എണ്ണാൻ പാടില്ലെന്ന് കരുതിയിട്ട്. ആന്റി എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് തരണം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും കെവിന്റെയോ എന്റെയോ പേര് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ പാടില്ല. ഒരിക്കലുമില്ല. അവനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും അവന് വേണ്ടി ചെയ്ത സഹായവും ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ ഏത് അവസ്ഥയിലാകുമായിരുന്നെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ആരോട് സൂചിപ്പിക്കില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും തന്നെ ചെയ്യില്ല. ആന്റി, വാക്ക് തെറ്റിക്കരുത്. ഞങ്ങൾ കേസിലുണ്ടായിരുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ നന്ദനോ ആന്റിയോ പരസ്യമാക്കിയ ഞങ്ങളും പലതും അങ്ങ് മറക്കും. ബെല്ല എന്താ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് ബെല്ലയും കെവിനും ഒക്കെ എന്റെ നന്ദനെ പോലെയാ, എന്റെ മക്കള്. പോട്ടെ ആൻറ്റി, അവൾ പെട്ടെന്ന് ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. ഇത്രയും വലിയ ടെൻഷൻ പരസ്യമെന്നറിഞ്ഞപ്പോൾ സ്ഥലകാല ബോധമില്ലാതെ നിൽക്കും അവള്. ആന്റി, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ദേവികയെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. ഒരു പകയും മനസ്സിലിട്ടോണ്ട് അവള് നടക്കുന്നെ. ഇങ്ങനെ ഒരു അവസരം അവള് വിട്ടുകളയില്ല. നന്ദൻ കൊലപാതകയാണെന്ന് അവള് പോലീസിനെ അറിയിക്കും. നന്ദനെ ജയിലിലാക്കുകയും ചെയ്യും. ഏയ്, ദേവിക അങ്ങനൊന്നും ചെയ്യില്ല മോളെ. ആന്റി കാണുന്നതിന് മുൻപ് തന്നെ അവളെ കണ്ട ആളാ ഞാൻ. നന്ദൻ ആദ്യം ഇഷ്ടപ്പെട്ടതും എന്നെ തന്നെയാ. അതിനിടയിൽ അവള് ചാടി വീണത്. MLA-യുടെ മകനെ അടിച്ചെടുക്കാന്നുള്ള ഒറ്റ ഉദ്ദേശമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അത് അവള് സാധിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പൊ അവക്ക് മനസ്സിലായി ഇനി നന്ദനെ കൊണ്ട് വേറെ ഒരു പ്രയോജനവും ഇല്ലാന്ന്. അതുകൊണ്ടാ എന്നെ കൂടി ചേർത്ത് ഒരു കാരണം ഉണ്ടാക്കി അവളങ്ങ് ഇറങ്ങിപ്പോയത്. അവൾക്കിപ്പോ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇന്നിപ്പോ MLA, നാളെ മന്ത്രിയാവും, മറ്റന്നാള് മുഖ്യമന്ത്രിയോ ആവും. അവൾ അതിനുവേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. ഈ കുടുംബം നാണക്കേടിലേക്ക് പോയാലും അവൾ അവൾക്ക് വേണ്ടത് നേടിയെടുക്കും. വേണമെങ്കിൽ ഫ്ലെക്സും ബാനറും ഒക്കെ റോഡ് മുഴുവൻ കെട്ടി ആളുകളെ കൂട്ടുകയും ചെയ്യും. നോക്കിക്കോ. ബല, മതി. ആന്റിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ദേവികയെ എത്രയും അകറ്റി നിർത്തുന്നോ അത്രയും അകറ്റണം. അവൾ അപകടകാരിയാ. നന്ദനെയും ചന്ദ്രോത്ത് കുടുംബത്തെയും ഇല്ലാതാക്കാൻ അവൾക്ക് കിട്ടിയിരിക്കുന്ന സുവർണ അവസരം ഇത്. ആന്റി സൂക്ഷിക്കണം. വാ. ആന്റിയും നന്ദനും ടെൻഷനാവാതെ മുന്നോട്ട് പോകണം. ഒരു വിളിപ്പുറത്ത് ഞാനും ബെല്ലയുണ്ട്. എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാവും.
അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ആ ശരി ഗിരി. ആ രജനി, ഞാൻ പോയിട്ട് വരാം. മഴയല്ലേ? ഒരു ഓട്ടോ വിളിച്ചു പോവാം. നീ കൂടെ എടുത്തേ. ഗിരി അത്യാവശ്യപ്പെട്ട് എങ്ങോട്ടാ പോകുന്നത്? സ്കൂൾ അവധിയല്ലേ? ഞാൻ ആശുപത്രിയിലേക്കാ പോകുന്നത്, മാധവേട്ടൻ്റെ അടുത്തേക്ക്. എന്തിന്? അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി MLA പരിവാരങ്ങളും ഒക്കെ ഉണ്ട്. ഗിരിയുടെ ആവശ്യമൊന്നും അവിടെ ഇല്ല. ഒന്ന് അന്വേഷിക്കേണ്ട കടമയുണ്ടായിരുന്നു, അത് ചെയ്തു. കൂടുതൽ സേവനം ഒന്നും വേണ്ട. തുടങ്ങിയോ രാവിലെ തന്നെ? ഇവിടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗിരി ഇവിടെ നിൽക്ക്, ഞാൻ വിടില്ല. അതെ, കൊച്ചു പിള്ളേരെ പോലെ വാശി കാണിക്കല്ലേ. നോക്ക്, മാധവേട്ടൻ ആശുപത്രിയിലാവാൻ കാരണം തന്നെ നിന്റെ ആങ്ങളെയാ. അപ്പൊ ആദ്യ അവസാനം കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാ. ഞാൻ മാത്രമല്ല, നീ ഇന്നലെ തന്നെ ആശുപത്രിയിൽ എത്തേണ്ടതായിരുന്നു. പിന്നെ ഞാൻ എത്തുന്നു. എനിക്ക് നാണോ മാനോ അന്തസ്സും ഒക്കെ ഉണ്ട്. അമ്മയും അച്ഛനും ഒക്കെ അപേക്ഷിച്ചിട്ട് കേൾക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയവൾ അവള്. അവളുടെ കുടുംബക്കാരെ പരിചരിക്കാൻ ഞാനങ്ങ് ചെല്ലാം. നീയേ നിന്റെ അന്തസ്സും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. ഞാൻ എന്തായാലും പോവും. നീ ആ കൊടയെടുത്തേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒന്നാമത് ഈ ഒരു സാഹചര്യം അവള് മുതലെടുക്കും. നന്ദന്റെ കൈകൊണ്ട് അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിലും മനഃപൂർവ്വം വരുത്തി തീർത്ത് അവൾ കേസ് കൊടുക്കും. ദേവിക്ക് ഇപ്പൊ ഒറ്റ ഉദ്ദേശമുള്ളൂ, നന്ദൻ ഇല്ലാതാക്ക. അതിനിതിലും വലിയൊരു അവസരം അവൾക്ക് കിട്ടില്ല. രജനി, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ദേഷ്യം ഗിരിക്ക് മാത്രമല്ല എനിക്കുണ്ട്. ഇതെന്താ രജനി, അവൻ പോട്ടെ. അമ്മേ, ഇത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യമാ. അമ്മ ഇതിൽ ഇടപെടരുത്. എന്റെ സഹോദരന്റെ ജീവിതം ഇല്ലാതാക്കാൻ നടക്കുന്നവർക്ക് കൊട പിടിക്കാൻ ഈ വീട്ടിൽ നിന്ന് ആരും പോണ്ട. നന്ദനെതിരെ അവൾ കേസ് കൊടുക്കും, പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും, അത് ഉറപ്പാ. ദേവിക പരാതി കൊടുത്തില്ലെങ്കിലും നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്യും. മാധവേട്ടന്റെ കേസിലല്ല, ഋഷിയെ കൊന്നതിന്. എന്താ ഗിരി എന്താ പറഞ്ഞ? നന്ദൻ എന്ത് ചെയ്തു? എന്താ പറഞ്ഞെന്ന്? എന്താ പറഞ്ഞെന്ന്? എന്താടാ? നിങ്ങളോടൊക്കെ പറയാതിരുന്നതാ. നിന്നെ അറിയിച്ച് സമാധാനം കളയണ്ടെന്നും കരുതി. എന്തായാലും വൈകാതെ എല്ലാവരും അറിയും. അപ്പൊ പിന്നെ ഇപ്പോഴേ നീയും മനസ്സിലാക്ക. തയ്യാറെടുത്തിരിക്കാലോ. കൊലപാതക കുറ്റത്തിന് നന്ദൻ ഏത് നിമിഷം അറസ്റ്റ് ചെയ്യപ്പെടും. പ്രഭാവതി മേഡത്തെ ആക്ഷേപിച്ചതിന് നന്ദൻ ഋഷിയുമായിട്ട് സംസാരം ഉണ്ടായി. അവസാനം അത് കൊലപാതകത്തിൽ ചെന്നെത്തി. ഈശ്വരാ, ഇല്ല, പച്ചക്കള്ളം പറയാം. നന്ദനം ജയിലിലാക്കാൻ വേണ്ടി ഗിരിയും അവളും ചേർന്ന് ഓരോ കള്ളക്കഥ ഉണ്ടാക്കുക. അമ്മ കേട്ടില്ലേ? നന്ദൻ ഒരാളെ കൊന്നു. അമ്മ വിശ്വസിക്കുന്നുണ്ടോ നന്ദൻ അങ്ങനെ ചെയ്യുന്നു? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവൻ വെറുതെ ഓരോന്ന് പറയോ? രജനി, ഋഷിയെ കാണാത്തതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായതും നന്ദന് ഡിപ്രഷൻ വന്നതൊക്കെ നിനക്കറിയാവുന്ന കാര്യമല്ലേ? പ്രേതത്തെ കണ്ടു പേടിച്ച നന്ദനെ നമ്മൾ പോയി സമാധാനിപ്പിച്ചിട്ടില്ലേ? നന്ദൻ അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഋഷി കൊല്ലപ്പെട്ടു. രജനി, ആരാ പറഞ്ഞത്? പറഞ്ഞതാണെന്ന് പറയൂ, ഞാൻ പോയി ചോദിക്കാം. എനിക്കറിയണം.
അങ്ങനെ ടെൻഷൻ ആവാതെ. നന്ദനെല്ലാം തുറന്നു പറഞ്ഞു.